ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബോട്ടിൽ ആർട്ട് പെയിൻറ് ഇല്ലാതെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പെയിൻറ് ഇല്ലാതെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു കളർ ബോട്ടിൽ എടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം. കളർ ബോട്ടിൽ എടുത്താലാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത്. അതിൽ ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഓഫ് ബോട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വർക്ക് നല്ല അട്രാക്റ്റീവ് ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ബോട്ടിൽ എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽമേ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കളറില്ലാത്തവർ കളർ ബോട്ടിൽ എടുക്കുക, കളറുള്ളവർ കളർ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പേപ്പറാണ്. ഈ പേപ്പർ നമ്മൾ ഇതുപോലെ വലിയൊരു പേപ്പറാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ടെന്നല്ല, എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വേഗം തന്നെ അതിന് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഇതുപോലത്തെ കളർ പേപ്പർ ഇല്ല, നമ്മളുടെ കയ്യിൽ പ്ലെയിൻ പേപ്പറാണോ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നമ്മളുടെ കയ്യിൽ ക്രയോൺസോ സ്കെച്ച് പെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പേപ്പറിന് ഒരു കളർ കൊടുത്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ വെട്ടിയെടുത്തപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് സ്ക്വയർ ആയിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ക്വയർ പീസായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് ഇതിനെന്താ ഇതുപോലെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും നമ്മളിങ്ങനെ മടക്കി കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഈ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആ ഭാഗില്ലേ അവിടെ നമ്മളിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ. വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ അങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ആ വരച്ച ആ ഷേപ്പിലൂടെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ കിട്ടും, കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെക്കാൻ പോകുന്ന ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ഫ്ലവറുകൾ. അപ്പോൾ അതുപോലെ തന്നെ ചൂസ് ചെയ്യുന്ന കളർ പേപ്പറുകളും ഉണ്ടല്ലോ, അത് നമ്മളുടെ ബോട്ടിൽമേലത്തെ കളർ എന്താണോ അതിനനുസരിച്ച് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ ബോട്ടിലായതുകൊണ്ടാണ് ഇതുമ്പോൾ ഞാൻ ഈ ഒരു കളറ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നേരത്തെ ഫ്ലവർ കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഇതിനെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഫ്ലവർ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇതുപോലെ ഒന്ന് മടക്കുക, പിന്നെ ഈ സൈഡ് മടക്കുക. മനസ്സിലായല്ലോ, നീളത്തിലും വീതിയിലും മടക്കുക. അതിനുശേഷം ഈ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടാവും. ഒരു സൈഡിൽ ഫുൾ ഓപ്പണും മറ്റേ സൈഡിൽ ക്ലോസും ആയിരിക്കും. അപ്പോൾ ഈ ക്ലോസ് ആയി നിൽക്കുന്ന ആ കോർണർ ഭാഗമാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഷേപ്പ് ഫ്ലവറിന് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വരയ്ക്കാതെ ആയാലും ചെയ്യാം. നമ്മളൊന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താ വെച്ചാൽ ചിലപ്പോൾ കുറച്ച് പേർക്ക് അത് നേരത്തെ കാണിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഒന്നും കൂടെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചധികം ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതാ കുറച്ചധികം ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഇത്തിരി കുറച്ച് വലുതാണ്. ഞാൻ ഇതിനെ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ലേസാണ്. അപ്പോൾ ആ ലേസ് നമുക്കിവിടെ താഴെയായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ലേസുമ്മ വീണു, അതുകൊണ്ടാണ് ആ ലേസ് വെച്ചിട്ട് ഞാനിങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ചുരിദാറുമെന്ന് ഞാൻ എടുത്തിട്ടുള്ള ലേസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴയ ചുരിദാറുമേലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലേസുകൾ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നെറ്റിൻ്റെ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ കളർ ഒരു തുണി ആ മുകൾ ഭാഗത്തൊന്ന് ഷേപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പേപ്പർ പീസ് കട്ട് ചെയ്ത് വെച്ചാലും മതി. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ലുക്ക് വരാനായിട്ട് ഇതുപോലെ നെറ്റിൻ്റെയോ അല്ലെങ്കിൽ ലേസോ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സ് ഞാൻ കണ്ടോ ഇപ്പോൾ അത് ചെറുതാക്കി നേരത്തേക്കാളും കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഷേപ്പിനാക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എന്നിട്ട് ഈ ഫ്ലവേഴ്സ് നമ്മൾ ഒരല്പം ഗ്ലൂ ഇട്ടിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക ഈ ബോട്ടിൽമ. അവിടെയായിട്ട് നമ്മൾ ഈ ബോട്ടിൽമ ഇതിനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമുക്ക് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ കളറുകളും ബോട്ടിലിൻ്റെ കളർ ബോട്ടിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കളറിനനുസരിച്ചുള്ള ഫ്ലവേഴ്സ് കോൺട്രാസ്റ്റ് കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ. ലേസ് ആയാലും അതെ
ഇതായാലും അത്. അതിന് ശേഷം നമ്മൾ ഇതുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പേൾസ് ഉണ്ടല്ലോ, പേൾസാണ് ഇപ്പോൾ ഈ ഒട്ടിച്ച് കൊടുക്കുന്നത് കണ്ടോ. ഈ പേൾസ് നമ്മൾ ഈ ഫ്ലവറും ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഫ്ലവറിന് ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേൾസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പഴയ മാലയുടെ മുത്തുകളൊക്കെ ആയാലും മതി കേട്ടോ, അല്ലെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ചാലും മതി. ഇപ്പോൾ നമ്മളിപ്പോൾ പേൾസ് ഒട്ടിച്ചു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺസ് വേണം. അപ്പോൾ ഇതും ഞാൻ ഒരു പഴയ ഡ്രസ്സ് വന്ന് കുറച്ച് പറിച്ചെടുത്ത സ്റ്റോൺസ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഒട്ടാൻ കുറച്ചുകൂടെ നല്ലത് ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ആ ഗ്ലൂവിലോട്ട് നമ്മളുടെ ഈ സ്റ്റോൺ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റോൺ ഇല്ലെങ്കിൽ ബീഡ്സ് തന്നെ ആയാലും നമുക്ക് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബീഡ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മളുടെ പേപ്പർ നമ്മൾ വെള്ളത്തിലിട്ട് ഇതെടുത്തിട്ട് ഉരുട്ടി ബോൾ പോലെയാക്കി പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. മനസ്സിലായില്ല, ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ ഇതായിട്ട് നിൽക്കും. അപ്പോൾ എന്നിട്ട് അതിനെ പിഴിഞ്ഞെടുത്തിട്ട് ബോൾ പോലെ നമ്മൾ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആയാലും മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പേൾസും കൂടെ കൊടുക്കുന്നുണ്ട്. ആ ലേസുമ്മലും അതുപോലെ തന്നെ ബോട്ടിലുമ്മലും കുറച്ച് പേൾസും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പം ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് നമുക്ക് ഭംഗിയാക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ ക്യാപ്പ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്യാപ്പിൻ്റെ ഭാഗത്തും ഇതുപോലത്തെ ലേസ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ലേസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ലേസ് കുറച്ച് വലുതാണ്. ഞാൻ ഈ ലേസ് ഫുള്ളായിട്ട് അങ്ങ് ഒട്ടിക്കുകയാണ്. ഒറ്റ ലെയർ വേണമെങ്കിൽ ഒറ്റ ലെയറായിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ലേസ് നമ്മുടെ ബോട്ടിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന വിധത്തിലാണ് നമ്മളിപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് ഒട്ടിക്കാം. കണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് കണ്ടോ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു വിധത്തിലാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും വെച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാൻ വേണമെങ്കിൽ, പക്ഷെ ഞാനിപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങ് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒരു കട്ടിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ എൻഡ് ഭാഗവും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫാബ്രിക് ഗ്ലൂ വീണ്ടും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പേൾസൊക്കെ ഒട്ടിക്കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് വീണ് പോവാണ്. അപ്പോൾ നമുക്കത് ഉണങ്ങിയതിന് ശേഷം ഇനി ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കളർ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ഈസിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് മറ്റോണം ചെയ്തെടുക്കുകയാണെങ്കിലും പെയിൻറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.